അമ്മമാർക്കാണെന്നുണ്ടെങ്കിലും സഹോദരികൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഓട്ടോ ചേട്ടന്മാർ കുറേ സഹായമാണ്. എന്താണെന്നറിയോ? നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒന്ന് ഓട്ടോ ഇവിടെ നിർത്തുമോ, കുറച്ച് സാധനം മേടിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടാ അതൊന്ന് മേടിച്ച് കൊണ്ട് തരുമോ, അവർ കൊണ്ടുവന്ന് നമ്മൾ ആ ഓട്ടോ ചാർജ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചേട്ടന്മാരുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ സ്ഥിരമായി വിളിക്കും. കാരണം എന്താ വെച്ചാൽ അവർ തീർച്ചയായിട്ടും വരും. നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ അവരെ സ്ഥിരമായിട്ട് വിളിക്കുന്നത്. ചിലപ്പം അവരോ മറ്റോ ലീവാണ്, അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ചില ഓട്ടോക്കാരുണ്ട്, അവനെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളെന്തിനാ വരണം? ചേട്ടാ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിരിക്കും ഓരോ മനുഷ്യർ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഈഗോ കാണിച്ച് നിൽക്കല്ലേ. ആ പാവം എത്ര നേരമായി ഇരിക്കുന്നു, അത് ഛർദ്ദിച്ചിട്ട്. അതിനൊന്ന് കൊണ്ടുപോയിട്ടൊരു ഇഞ്ചക്ഷൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഭേദമാവും. പക്ഷെ അതിന് വരാൻ ഓട്ടോക്കാരുടെ ഓട്ടോ സ്മെല്ലടിക്കും. വരാൻ പോണ പൂരത്തിന് നമ്മളെന്തിനാ പറഞ്ഞറിയിക്കുന്നത് അല്ലേ? നമ്മളും ഒരു ദിവസം കിടക്കയിൽ കിടക്കും. അത്രയും സൗഭാഗ്യം ചെയ്തവരായിരിക്കണം പെട്ടെന്നൊരു നിമിഷത്തിൽ അറ്റാക്ക് വന്ന് പോകണമെങ്കിൽ. അങ്ങനെ കുറച്ച് പേരുണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്ന് പോകുന്നത് അല്ലേ. പക്ഷേ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്കും ഉണ്ടൊരു സ്മെല്ല്. അത് നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ് അല്ലേ. കിടക്കയിൽ കിടക്കുമ്പോൾ 4 ദിവസം കുളിക്കാതിരിക്കുമ്പോൾ കിടന്നപടിയെ മലവും മൂത്രവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുണ്ടാക്കുന്ന മണം ഭയങ്കര സുഗന്ധ, മുല്ലപ്പൂവിൻ്റെ മണം. ചിലവർക്ക് ചെമ്പകപ്പൂവിൻ്റെ ആയിരിക്കും. ഞാൻ എൻ്റെ വിഷമം പറഞ്ഞതാട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടി കുറേ നേരമായിട്ട് അവിടെ ഇരിക്കുന്നു ഒരു ഓട്ടോനെ കാത്തിട്ട്. മനുഷ്യന്മാർക്ക് ഒരു നേരമല്ല, ഒരു വർഷമല്ല, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഭക്ഷണം കൊടുത്താലും അവസാന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവർ തിരിച്ചു കുത്തും. പക്ഷെ നായ്ക്കൾ അങ്ങനെയല്ലടോ, അവർക്ക് നന്ദിയുണ്ടടോ. തനിക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു ആപത്ത് ചിലപ്പം അവരുടെ ഇവിടെ ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും കേൾക്കുക. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞറിയില്ല. വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരും കുറച്ച് പേര് നായ്ക്കളിന് വിരോധമുള്ളവർ. അവർക്കും കൂടെ ഞാൻ പറയുകയാണ്, ഞാൻ വളർത്തുന്ന നായയാണ്, തെരുവിൽ പോകുന്ന നായേനെ ഒന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിനകത്ത് വളർത്തുന്ന നായ. കുട്ടികളെ